ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കക്കുരു തോരനായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ചക്കക്കുരു അതിൻ്റെ തൊണ്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ പുറമേയുള്ള തോട് മാത്രം കളഞ്ഞിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചു. അധികം വെള്ളമൊന്നും വെച്ചില്ല, കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചു. അപ്പോൾ കുക്കറിൻ്റെ ആ വിസിലൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉള്ളിയിട്ടു, വേപ്പിലയിട്ടു. ഇനി സവാള വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടു. സവാളയെല്ലാം ആവശ്യത്തിന് വാടിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ സാധനം ഇടാൻ പോകുന്നത് ഒരു മുട്ടയാണ് ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് 1 2 മുട്ട ഇടാം. ഞാനിപ്പോൾ 1 മുട്ട ഇട്ടു, കാരണം ആദ്യമായിട്ട് ഞാനിങ്ങനെ മുട്ട ഇട്ടിട്ട് ചക്കക്കുരു തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടില്ല, തേങ്ങ ചിരണ്ടാനുള്ള മടി കൊണ്ടും പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ മുട്ടയും ഇട്ട് നല്ലപോലെ ചിക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചക്കക്കുരുവും ഇട്ടിട്ട് ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെക്കുക, കാരണം നമുക്കിനി ആ ചക്കക്കുരുവിലുള്ള വെള്ളം ഒന്ന് വറ്റണം. അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നല്ല തോരൻ പോലെ കിട്ടണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ചക്കക്കുരു തോരനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ചക്കക്കുരുവിൽ മുട്ടയിട്ട് കൊടുത്തിട്ടുള്ളത്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അതിന് ടേസ്റ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.